ഇരുവൃക്കകളും തകരാറിലായ രോഗി സുമനസ്സുകളുടെ സഹായം തേടുന്നു. വണ്ടമേട് പഞ്ചായത്തിൽ കൊച്ചറ ഭാഗത്ത് പാറപ്പുറത്ത് രാജു തോമസ് ആണ് തുടർ ചികിത്സയ്ക്കായി ബുദ്ധിമുട്ട് നേരിടുന്നത്. സഹായധനം കണ്ടെത്തുന്നതിനായി പൗരസമിതിയുടെ നേതൃത്വത്തിൽ സഹായനിധി അക്കൗണ്ട് തുറന്നതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വണ്ടൻമേട് പഞ്ചായത്തിൽ കൊച്ചറ പാറപ്പുറത്ത് വീട്ടിൽ രാജു തോമസിന്റെ ഇരുവൃക്കകളും തകരാറിലായതോടെയാണ് തുടർ ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്നത്. ആഴ്ചയിൽ 3 തവണ ഡയാലിസിസ് ചെയ്താണ് ജീവൻ നിലനിർത്തുന്നത്. ഓട്ടോറിക്ഷ ഓടിക്കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് കുടുംബം കഴിഞ്ഞിരുന്നത്. ഇരുവൃക്കകളും തകരാറിലായതോടെ നിത്യജീവിതത്തിലും തുടർ ചികിത്സയ്ക്കും കുടുംബം ബുദ്ധിമുട്ടുകയാണ്. 3 മക്കളുടെ വിദ്യാഭ്യാസമടക്കം പ്രതിസന്ധിയിലുമായി. ജീവൻ നിലനിർത്തുവാൻ അടിയന്തരമായി കിഡ്നി മാറ്റിവെക്കുക മാത്രമാണ് ഏക പോംവഴിയെന്നാണ് വിദഗ്ധ ഡോക്ടർമാരുടെ നിർദ്ദേശം. വൃക്ക മാറ്റിവെക്കുന്നതിന് ഭാരിച്ച സാമ്പത്തികം കണ്ടെത്തേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിലാണ് പൗരസമിതിയുടെ നേതൃത്വത്തിൽ രാജു തോമസിന്റെ പേരിൽ ബാങ്ക് അക്കൗണ്ട് തുറക്കുകയും സുമനസ്സുകളുടെ സഹായം തേടുകയും ചെയ്യുന്നത്. മോസ്കോയിൽ താമസിക്കുന്ന രാജു തോമസ് പാറപ്പുറത്ത് എന്നയാളുടെ 2 കിഡ്നിയും തകരാറിലായിരിക്കുകയാണ്. ഏതാണ്ട് 1 വർഷക്കാലമായിട്ട് ഡയാലിസിസ് ചെയ്തു വരികയാണ്. സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്നൊരു കുടുംബമാണ്. അദ്ദേഹം ഓട്ടോറിക്ഷ ഓടിച്ചാണ് ഉപജീവനം നടത്തി വന്നിരുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മാതാവും ഭാര്യയും രോഗികളാണ്, അവരും ചികിത്സയിലാണ്. അപ്പോൾ ഈ 1 വർഷക്കാലമായിട്ട് ഡയാലിസിസ് ചെയ്യുന്ന മറ്റുള്ളവരുടെ സഹായത്തോടും സാമ്പത്തിക സഹായത്തോടുകൂടിയായിരുന്നു. എന്നാൽ നമുക്ക് ഇതിൻ്റെ ചികിത്സയ്ക്ക് ശേഷം ഉടൻ തന്നെ 2 കിഡ്നി മാറ്റിവെക്കണമെന്നുള്ളൊരു തീരുമാനമാണ് വിദഗ്ധ ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മൾ അന്വേഷിച്ചപ്പോൾ ഏതാണ്ട് 50 ലക്ഷം രൂപയോളം മുടക്ക് വരും. അങ്ങനെ 3 കുഞ്ഞുങ്ങളുമായിട്ട് താമസിക്കുന്ന തീർത്തും നിവൃത്തിയില്ലാത്ത രാജു തന്നെയാണ് ആ കുടുംബത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും ഈ 3 മക്കൾക്കും ഒരാശ്രയം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഒരു ജനകീയ സമിതി വാർഡ് മെമ്പറിൻ്റെയും വിവിധ സമുദായ സംഘടനകളുടെയും രാഷ്ട്രീയ സംഘടനകളുടെ എല്ലാ നേതൃത്വത്തിൽ നമ്മളൊരു ജനകീയ സമിതി അവിടെ വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. ആ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നമ്മുടെ നാട്ടിലുള്ള നമുക്കറിയാം, ഒരു ദിവസം അവർക്ക് കഴിയുന്ന വിധം നമ്മളിപ്പോൾ ഇന്ന രൂപ എന്ന് പറയുന്നത് നമ്മളൊരു അക്കൗണ്ട് നമ്പർ റെഡിയാക്കിയിട്ടുണ്ട്. അത് രാജുവിൻ്റെ അക്കൗണ്ടിലേക്ക് തന്നെ ചെല്ലുന്ന രീതിയിലാണ്. അത് ആ ഗ്രൂപ്പിനകത്ത് നമുക്ക് കൃത്യമായിട്ട് എല്ലാ ദിവസങ്ങളിലും അവർക്ക് കിട്ടുന്ന വരുമാനങ്ങൾ, കിട്ടുന്ന പൈസകൾ നമ്മൾ കണക്കിട്ടുകൊണ്ട് സുതാര്യമായ രീതിയിൽ നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യമാണ്. യൂണിയൻ ബാങ്ക് പുറ്റടി ബ്രാഞ്ചിലാണ് അക്കൗണ്ട് തുറന്നിരിക്കുന്നത്. കൂടാതെ സുമനസ്സുകൾക്ക് 9846843630 എന്ന നമ്പറിൽ ഗൂഗിൾ പേയും ചെയ്യാവുന്നതാണ്. കട്ടപ്പനയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വണ്ടൻമേട് പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിയിൽ, പഞ്ചായത്ത് അംഗം ജോസഫ് മാടപ്പള്ളിൽ, ജോബൻ ആമോസ്, PS സനീഷ്, അച്യുതൻ നായർ, KJ കുര്യാക്കോസ്, ഫാദർ സാജൻ സ്കറിയ, T ഷാജി, ടോമി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.